ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു പടം. മലയാളക്കാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സിന് ഫൈറ്റ് പിന്നെ എടുത്ത് പറയേണ്ടതാണ്. പറയല്ല, സൂപ്പർ. കൊള്ളാം, കുഴപ്പമില്ല. ആക്ഷനൊക്കെ കുഴപ്പമില്ല. സിനിമ കണ്ടിരിക്കാം. കുഴപ്പമില്ല, നല്ല പടം. കൊള്ളാം. നല്ല സിനിമ നല്ലതാ. ആക്ച്വലി പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതൊരു ഫൺ ഫാമിലി എൻ്റർടൈനറായിട്ട് പറയാം. കാരണം ഈ അടുത്തിറങ്ങിയ വലിയ വലിയ പടങ്ങളിലെ ഒരു ക്ഷീണം ഈ പടം നന്നായിട്ട് തീർത്തിട്ടുണ്ട്. എന്തുകൊണ്ട് വളരെ എൻഗേജിങ് ആയിരുന്നു. ഫൈറ്റ് ആണെങ്കിലും ഈ സിനിമ പറയുന്ന കാര്യങ്ങൾ നമുക്ക് റിയൽ ലൈഫായിട്ട് കണക്ട് ആവുന്നതാണ്. വലിയ സംഭവമല്ല, പക്ഷേ വളരെ ഫണ്ണായിട്ട് എൻഗേജിങ് ആയിട്ട് ഒരു 2 hours മുകളിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്. എക്സ്പെക്ട് ചെയ്തതിലും കൂടുതലുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇതാണെന്ന് പ്രതീക്ഷിച്ചില്ല. തല്ലുമല വൈബുണ്ട്. തല്ലുമലയിലെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നും പറയല്ല, സൂപ്പർ. നന്നായിട്ടുണ്ട്. ലാഗൊന്നുമില്ല, നല്ല ഫിലിമാണ്. കോമഡിയും സ്റ്റണ്ടും എല്ലാം ഒരുപോലെ ആക്ഷനും കോമഡിയും രണ്ടും കൂടെ ചേർന്നൊരു സംഭവമാണ്. ആക്ഷൻ കോമഡി ജോണറാണ് പടം എന്ന് പറഞ്ഞാൽ. പിന്നെന്താണ്, ഒരു സ്കൂൾ പശ്ചാത്തലം ആണ്. സ്കൂൾ കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഈ ചന്തു എന്ന് പറയുന്ന ക്യാരക്ടർ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇടിയൻ ചന്തു, അതായത് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ലൈഫിനെ ചുറ്റിപ്പറ്റി കുറച്ച് സംഭവങ്ങൾ പോകുന്നു. അങ്ങനെ ഒരു സംഭവമാണ്. ഓവറോൾ കൊള്ളാം, നല്ല രസമാണ്. ക്ലൈമാക്സിലോട്ടൊക്കെ പോകുമ്പോൾ എല്ലാ ഫൈറ്റും കൊള്ളാം. ക്ലൈമാക്സിന് ഫൈറ്റ് പിന്നെ എടുത്ത് പറയേണ്ടതാണ്. വളരെ ഡിഫറൻ്റ് ആയിട്ട്, അതായത് നമ്മുടെ മാർഷ്യൽ ആർട്സ് പിന്നെ സ്പോർട്സ് വെപ്പൺസ് ഒക്കെ വെച്ചുള്ളൊരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. പീറ്റർ ഹൈൻ്റെ ആക്ഷൻ സീക്വൻസുകളൊക്കെ കൊള്ളാം. 2 മണിക്കൂർ ഡ്യൂറേഷനാണ്. നമുക്ക് ഈ ഒരു 2 മണിക്കൂർ രസകരമായി കണ്ടിരിക്കാവുന്ന ഒരു സംഭവം. സിനിമയുടെ ടൈറ്റിൽ പലരും തെറ്റിദ്ധരിപ്പിക്കും. കാരണം ഇടിയൻ ചന്തു എന്നൊക്കെ പറഞ്ഞു വരുമ്പം പലരും വിചാരിക്കും ഭയങ്കരമായിട്ട് ആക്ഷൻസ് ഉണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല. ഇന്നലെ അവരൊരു ട്രെയിലർ ഇറക്കിയിരുന്നു. ആ ട്രെയിലർ കണ്ടിട്ട് വന്നാൽ നമുക്ക് സിനിമയുടെ സ്വഭാവം കുറേയൊക്കെ മനസ്സിലാവും. കാരണം ആക്ഷൻ ഉണ്ടെങ്കിലും ഒരു എന്താ പറയുക, +2 പഠിക്കുന്ന വിദ്യാർത്ഥികളെ ബേസ് ചെയ്തിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നത്. അതിൽ കുറേ സാധനങ്ങളൊക്കെ യൂത്തിന് കുറേ കൂടി കണക്റ്റ് ആവും. സ്കൂളിൽ പഠിക്കുന്നതും +2 ഉള്ള അവർക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ ഗൂസ് ബം പഠിക്കാം. കുഴപ്പമില്ല. ഈ വലിയ നടന്മാരെ പോലെ വലിയ ഹൈപ്പൊന്നും ഇല്ലെങ്കിലും ഇടിയൻ ചന്തു എന്നുള്ള ഒരു മൂവിയുടെ പേര് അത് ആ സിനിമയിൽ വിഷ്ണു കൊണ്ടുവന്നിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ പടമാണ്.